സ്വാഭാവികമാണ് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ആളുകൾക്ക് വളരെ പെട്ടെന്ന് നാടുകളിലേക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹമുണ്ടാകും. ശ്രീനഗർ വിമാനത്താവളത്തിൽ വലിയ തിരക്കാണ്. എയർ ഇന്ത്യയൊക്കെ കൂടുതൽ വിമാന സർവീസുകൾ ഡൽഹിയിലേക്കും മുംബൈയിലേക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ടിക്കറ്റ് നിരക്കുകൾ ഇങ്ങനെ കുതിച്ചുയരുകയാണ്. ഡൽഹിയിലേക്കൊക്കെ 70,000 വരെ തൊട്ടിട്ടുണ്ട് ടിക്കറ്റ് നിരക്കുകൾ, പ്രത്യേകിച്ച് സ്വകാര്യ വിമാന കമ്പനികൾ. ഇത് നിയന്ത്രിക്കാൻ എന്തെങ്കിലും ഇടപെടൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടോ വസന്ത്? ഇന്നലെ വൈകിട്ട് ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഈ വിമാന കമ്പനികൾ വലിയ തോതിൽ വിമാന നിരക്കുകൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. 16,000 മുതൽ 20,000 വരെയായിരുന്നു ഇന്നലത്തെ വിമാന നിരക്ക്. ഇന്ന് ശ്രീനഗറിലേക്കുള്ളതും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വിമാന സർവീസുകളുടെ ഡൽഹി, കൊൽക്കത്ത തുടങ്ങിയ മഹാനഗരങ്ങളിലെ എല്ലാം തന്നെ 30,000-ന് പുറമേന്നാണ് ഇപ്പോൾ വലിയ തോതിൽ കാണിക്കുന്നത്. അതായത് വിമാന കമ്പനികൾ ഇപ്പോഴും വിമാന നിരക്ക് കൂട്ടുന്ന കാര്യത്തിൽ യാതൊരു സങ്കോചവും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ടെലിഫോണിൽ സംസാരിച്ച ശേഷമാണ് DGCA സിവിൽ ഏവിയേഷനും ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ, ഒരു വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുള്ളതിൽ പ്രധാനമായും ഉള്ളത് കൂടുതൽ വിമാന സർവീസുകൾ നടത്താൻ നിർദ്ദേശം നൽകും എന്നുള്ളതാണ്. അതായത് എയർ ഇന്ത്യക്കും ഇന്ത്യൻ എയർലൈൻസ്, ഇൻഡിഗോയ്ക്ക് അടക്കമുള്ള സ്വകാര്യ വിമാന കമ്പനികൾ ശ്രീനഗറിൽ നിന്നും കൂടുതൽ വിമാന സർവീസുകളിലൂടെ അവിടെ കുടുങ്ങി കിടക്കുന്ന വിനോദസഞ്ചാരികളെ മടക്കി കൊണ്ടുവരുന്നതിന് നടപടികളെടുക്കും എന്നുള്ളതാണ്. ഇത് വിമാന നിരക്ക് കുറയ്ക്കാൻ വഴിവെക്കും, സഹായിക്കുമെന്നാണ് രാംമോഹൻ നായിഡു വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ചാണ്. വലിയ തോതിലുള്ള വിമാന നിരക്കുകളാണ് ഇപ്പോൾ വിമാന കമ്പനികൾ ചാർജ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും കൽക്കത്തയിലേക്ക് 32,000 രൂപയ്ക്ക് പുറമെയാണ് എയർ ഇന്ത്യ ഇപ്പോൾ വാങ്ങിക്കുന്നതെന്നാണ് ഇപ്പോൾ വെറുതെ ഒന്ന് നമ്മൾ ആ സൈറ്റുകൾ മേക്ക് മൈ ട്രിപ്പിലോ അല്ലെങ്കിൽ അതുപോലുള്ള യാത്രാ സൈറ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരിന് നേരിട്ട് ഇടപെടാൻ കഴിയാത്തൊരു മേഖലയാണിത്. വലിയ തോതിൽ ഇടപെടാൻ കഴിയില്ല. കാരണം ഒരു ഫ്ലെക്സി ഫെയറാണ്, പിന്നെ ഒരു സർജിങ് പ്രൈസ് ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതമാണ്. കൂടുതൽ വിമാനങ്ങൾ ഇട്ട് സർവീസ് നടത്തുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി വിമാന നിരക്കുകൾ കുറയാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോൾ 2 സർവീസുകളാണ് ഡൽഹിയിലേക്കും മുംബൈയിലേക്കും നടത്താൻ എയർ ഇന്ത്യക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇൻഡിഗോയും ഇപ്പോൾ ഒരു സർവീസ് തുടങ്ങിയിട്ടുണ്ട്. ആകെ 5 വിമാനങ്ങളാണ് അധികമായി ഇപ്പോൾ സർവീസ് നടത്തുന്നത്. മറ്റുള്ളവയൊക്കെ തന്നെ സാധാരണയുള്ള ഷെഡ്യൂൾ പ്രകാരമുള്ള സർവീസാണ് നടക്കുന്നത്.